എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സ്ത്രീ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയുമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പോലെ കേരളത്തിന്റെ അടുക്കളപ്പുറങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടമ്മമാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും അവരെ സ്വയം പര്യാപ്തരാക്കുവാനും കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് തന്നെയാണ്. നിരവധി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, കൂട്ടായ്മകൾ, പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ നീളുന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഒരു മുഴുനീള ചിത്രമാണ് ഈ പുസ്തകം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MLA KK ശൈലജ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സൂസൻ ഗോഡിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചർച്ചയുടെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബശ്രീയുടെ എറണാകുളം ജില്ലാ മിഷൻ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട TM റെജീനയെ സ്വാഗതം ചെയ്യുന്നു. അയലുറവകൾ, ഒരു കുടുംബശ്രീ യാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവും കുടുംബശ്രീ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ബഹുമാനപ്പെട്ട സുജിത് സുകുമാരനെ സ്വാഗതം ചെയ്യുന്നു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഈ ടൈമർ തന്നെയാണ്. മുൻ നിശ്ചയിച്ച പ്രകാരം വളരെ സമയബന്ധിതമായിട്ടാണ് ഓരോ പരിപാടികളും ഇവിടെ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് അധികം സമയം കളയാതെ തന്നെ പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കുന്നു. പുസ്തകം പ്രകാശിപ്പിക്കാനായി KK ശൈലജ ടീച്ചറെയും ഏറ്റുവാങ്ങാൻ സൂസൻ കോടിയെയും ക്ഷണിക്കുന്നു. ബഹുമാന്യായിട്ടുള്ള സൂസൻ കോടി, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, അതുപോലെ കുടുംബശ്രീയുടെ നേതാക്കളായിട്ടുള്ള 2 പേര് ഇവിടെയുണ്ട്, റെജീനയും സുകുമാറും. ബഹുമാനനായിട്ടുള്ള നമ്മുടെ പരിചയപ്പെടുത്തേണ്ട ശിവകുമാർ, ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ ശിവകുമാർ, വേദിയിലെ മുഴുവൻ ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട്. കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി അന്തസ്സുറ്റ ഒട്ടേറെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ. നിരവധി പുസ്തക പ്രകാശനങ്ങൾ, നിരവധി വിഷയങ്ങളിലുള്ള സെമിനാറുകൾ ഒക്കെ ഇവിടെ നടക്കുകയാണ്. ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ വിവിധ പബ്ലിഷേഴ്സിൻ്റെ പ്രദർശനവും ഇവിടെ നടക്കുന്നു. നല്ല ജനത്തിരക്കാണ് ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഇവിടെയുള്ളത്. നമുക്ക് സാധാരണഗതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളടക്കം ഈ പുസ്തകമേളയുടെ ഭാഗമായിട്ട് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഇന്ന് ഇപ്പോൾ ചെറിയൊരു സമയമെടുത്ത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലുള്ള ചർച്ചയും അതുപോലെ സജിത് സുകുമാരൻ്റെ പുസ്തക പ്രകാശനവുമാണ്. അയലുറവുകൾ എന്ന പേരിൽ കുടുംബശ്രീ അയൽക്കൂട്ടത്തെക്കുറിച്ച്, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നല്ലൊരു പുസ്തകം ശ്രീ സജിത്ത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബശ്രീയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവാത്ത അനുഭവങ്ങളാണുള്ളത്. അത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കുന്നത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ഞാൻ ആ അർത്ഥത്തിൽ തന്നെ സജിത്ത് സുകുമാരനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു പുസ്തകമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല. തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ അനുഭവങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് കുടുംബശ്രീയുടെ പ്രവർത്തനം അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അതിനെക്കുറിച്ചുണ്ടാകും. കുടുംബശ്രീയിലൂടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്, അതൊക്കെ ഉണ്ടാകും. ഈ പുസ്തക പ്രകാശനവും നമ്മുടെ ഇന്നത്തെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സമകാലിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വിഷയവും തമ്മിൽ ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞാനും സൂസനും അതുപോലെ റെജീനയും സുകുമാറും എല്ലാവരും, അതെ എല്ലാവരും നമുക്കിവിടെ വേദിയിലുള്ള എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. എന്താണ് സ്ത്രീ വിമോചനം എന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, മനുഷ്യ സമൂഹത്തിൽ തുല്യ പങ്കാളിത്തം സ്ത്രീകൾക്ക് ലഭ്യമാകണം എന്ന് പറയുന്നത് തന്നെയാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് തുല്യമായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന മനുഷ്യരാണ്. ഇത് ആധുനിക സമൂഹത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഇതുവരെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സമത്വവും സാധ്യമായിട്ടില്ല പൂർണ്ണമായി എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ്.
നമ്മുടെ രാജ്യത്തും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷങ്ങൾ പിന്നിട്ടു. ഭരണഘടനയിലൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്, ലിംഗഭേദമില്ലാത്ത സമത്വം ഇന്ത്യ വിഭാവനം ചെയ്യുന്നുവെന്ന്. ലിംഗ, ജാതി, മതഭേദമില്ലാതെ ഇന്ത്യൻ പൗരന്മാർ തുല്യരാണ് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ നീണ്ട 76 വർഷത്തിന് ശേഷവും ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ഒട്ടും പൂർണ്ണമായിട്ടില്ല, നമ്മുടെ ഡെമോക്രസി പൂർണ്ണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പൂർണ്ണ അവസര സമത്വമാണ്, ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആ തുല്യ അവസരം ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ഭയാനകമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം? കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലം കേരളത്തെയും ബാധിക്കും. ഇന്ത്യയുടെ ഭരണ സമ്പ്രദായം കേരളത്തെയും ബാധിക്കും. പക്ഷേ എങ്കിലും കുറേ കൂടി മുന്നോട്ട് വരാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കുടുംബശ്രീയെക്കുറിച്ചുള്ള അയലുറവുകൾ എന്ന പേരിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഈ പുസ്തകത്തിനകത്ത് ഉണ്ടാവുക. അപ്പോൾ കേരളം ഒട്ടേറെ മാറിയിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ കൂടുതൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ 90% സാക്ഷരത കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പൊതുവേ സാക്ഷരത 60-67% നിൽക്കുന്ന ഇടങ്ങളുണ്ട്. സ്ത്രീ സാക്ഷരത അതിനേക്കാൾ കുറവാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ സാക്ഷരത കൈവരിച്ചു, നല്ല വിദ്യാഭ്യാസം നേടി സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോകുന്നു, ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങുകളിൽ എല്ലാ ആഴ്ചയിലും വൈകുന്നേരം, ഞായറാഴ്ചകളോ ശനിയാഴ്ചകളോ വൈകുന്നേരം യോഗം ചേർന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആയിരിക്കുന്നു. നിരവധി സംരംഭങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏണിംഗ് മെമ്പർമാരായിട്ട്, അതൊരു വലിയ വരുമാനം അല്ലെങ്കിലും ഏണിംഗ് മെമ്പർമാരായിട്ട് മാറിയിരിക്കുന്നു. വലിയ മാറ്റമാണ് കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായത്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമായി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കേരളത്തിലും ഇന്ത്യയുടെ നാനാഭാഗത്തും സ്ത്രീകൾ സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സമത്വം നേടുമ്പോഴാണ് നമുക്ക് സ്ത്രീകളുടെ തുല്യത ഉറപ്പു പറയാൻ സാധിക്കുക. നമ്മളാകെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പുറകിലാണ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കോവിഡ് മഹാമാരി വന്നപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. 1.5-2 വർഷക്കാലത്തോളം വേണ്ടത്ര സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള ഇടിവ് വളരെ ഭയാനകമാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ സംഘടനയായിട്ടുള്ള SFI അവരൊരു നല്ല പഠനം നടത്തി, അവരുടെ റിസർച്ച് നടത്തി. ആ റിസർച്ചിൻ്റെ ഔട്ട്പുട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അപൂർവമായിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലൊക്കെ ചെന്ന് താമസിച്ച് പഠിക്കാൻ സാധിച്ചിരുന്ന പെൺകുട്ടികൾ അവർ കോവിഡ് കാലത്ത് ഹോസ്റ്റൽ അടച്ചു പൂട്ടി. ഇനി ഹോസ്റ്റൽ തുറക്കില്ല. ലോക്ക്ഡൗൺ വന്നപ്പോൾ ഹോസ്റ്റൽ അടച്ചു പൂട്ടി അവരെല്ലാം അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ആ തിരിച്ചു പോയവർ സ്കൂളിലേക്ക് തിരിച്ചു വന്നില്ല, ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നില്ല. കാരണം നാട്ടിൽ ചെന്നപ്പോൾ പൊതുവേ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കോവിഡ് ഉണ്ടാക്കിയ ദാരിദ്ര്യവും കൂടി ചേർന്നപ്പോൾ കടുത്ത ദാരിദ്ര്യമുണ്ടായി. അപ്പോൾ വീട്ടിൽ ഈ പഠിക്കാൻ വന്ന പെൺകുട്ടികളോടുകൂടി എന്തെങ്കിലും ചില്ലറ ജോലി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സമ്പാദിക്കാൻ രക്ഷിതാക്കൾ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. അവർ ആ ജോലിയിലേക്ക് പോയി, അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. സാമ്പത്തികമായി അവർ പിന്തള്ളപ്പെട്ടു. ആ കൂട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തു നിന്നും അവർ പിന്തള്ളപ്പെട്ടു. വളരെ നല്ലൊരു സ്റ്റഡിയാണ് SFI നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ആ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിന്തള്ളപ്പെട്ട പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ ആരാണ് പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലാവുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ പെൺകുട്ടികൾ സ്കൂളിൽ ചേരുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ പെൺകുട്ടികൾ SSLC സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ ചേരുന്നുണ്ട്. കോളേജിൽ ചേരാതെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട്. ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു. ഏത് പെൺകുട്ടിയോടും ചോദിച്ചാലും ഞങ്ങൾ ഒരു PG കഴിഞ്ഞു, അടുത്ത PG എടുക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നല്ല അഭ്യസ്ത വിദ്യരായിട്ട് മാറാൻ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സാധിച്ചിരിക്കുന്നു. എന്നാൽ പൊതുവെ നമ്മുടെ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ചില സ്ത്രീ വിരുദ്ധത ഉണ്ട്. അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയേ മതിയാവും.
എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീകളെ പിന്നോട്ടടിപ്പിക്കുന്നത്? ഒന്ന് ഫ്യൂഡൽ ആശയഗതികളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമ്മുടെ മലബാറിലും ഇന്ത്യയിലും തിരുവിതാംകൂറിലും എല്ലാം അടക്കം ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പേ കേരളത്തിൽ നിലനിന്നിരുന്ന ഒട്ടേറെ ആചാരങ്ങളുണ്ടായിരുന്നു. ജന്മി നാടുവാഴി വ്യവസ്ഥയിൽ അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. വൃത്തികെട്ട ഒട്ടേറെ ആചാരങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ഇങ്ങനെയുള്ള നിരവധി അയ്യങ്കാളി, ഇവരുടെയെല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ ആചാരങ്ങളിൽ നിന്ന്, സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരുന്നത്. അത് ഏറെക്കുറെ മാറിയെങ്കിലും അതിൻ്റെ ചില അലയൊലികൾ ഇപ്പോഴത്തെ സമൂഹത്തിലും ഉണ്ട്. ഒരു ജാതി ബോധം, അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു സെക്കൻഡ് സെക്സാണ്, രണ്ടാമതാണ് എന്നുള്ള ഒരു തോന്നൽ, സ്ത്രീകളുടെ ഉത്തരവാദിത്തം വീട്ടിനകത്ത് മാത്രമാണ് എന്ന് പറയുന്ന രീതി, അതൊക്കെ കേരളീയ സമൂഹത്തിലും ഉണ്ട്. അതുകൊണ്ട് വീട്ടിനകത്തെ ഉത്തരവാദിത്തം മാത്രമായിട്ട് ചുരുങ്ങി പൊതുരംഗത്തേക്ക് സ്ത്രീകൾ വരാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം ബോധപൂർവമായ ഇടപെടലിലൂടെ മാത്രമേ സ്ത്രീകളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തീരുമാനമെടുക്കുന്ന വേദികളിലാണ് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവ്. 140 അംഗ നിയമസഭയിൽ 12 സ്ത്രീകളാണുള്ളത്. 140-ൽ പകുതിയെങ്കിലും സ്ത്രീകളാകേണ്ടതാണ്. പകുതി ആകാശത്തിന് അർഹരാണെന്ന് പണ്ട് മാവോസെ തൂങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ട്. പകുതിയില്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗത്തിന് മുകളിലെങ്കിലും എന്നതുപോലും വരുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം, സംവരണം, പഞ്ചായത്തി രാജ് നഗരപാലികയൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ജില്ലാ കൗൺസിലിലേക്ക് സംവരണം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കായി സംവരണം നൽകിക്കൊണ്ട് കേരളം മാതൃക കാണിച്ചിരുന്നു. ഞാനതിൻ്റെ 10-15 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സംവരണം വന്നത് നന്നായി, വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. 50%-ലേറെ, ഇപ്പോൾ നേരത്തെ 33%, പിന്നെ 50%-മായി സംവരണത്തിലൂടെ മാത്രമേ സ്ത്രീകൾക്ക് 50% സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന 10%-ൽ താഴെയായി തീരുമാനം എടുക്കുന്ന വേദികളിൽ സ്ത്രീകൾ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 50%-ൽ മേലെ, പലയിടത്തും 52, ശരാശരി എടുക്കുമ്പോൾ 52%-ൽ മേലെ, ചിലയിടത്ത് ഇപ്പോൾ ജനറൽ സീറ്റിൽ സ്ത്രീകളെ നിർത്തുകയാണ്. നേരത്തെ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, സംവരണം വന്ന ഉടനെ പറഞ്ഞത് നല്ല രീതിയിൽ ഭരിച്ചു പോയൊരു പഞ്ചായത്തായിരുന്നു, പുരുഷന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് പ്രസിഡൻ്റായിട്ട്. ഇനി അത് സ്ത്രീകളുടെ പേരിൽ സംവരണം ചെന്നാൽ എന്താവുമോ എന്തോ എന്ന് കൈമലർത്തിയ ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ജയിച്ചു വന്നപ്പോൾ പറഞ്ഞു സെക്രട്ടറി പുരുഷനാണ്, ആ സെക്രട്ടറി വിരൽ ചൂണ്ടുന്നിടത്തൊക്കെ ഒപ്പുവരക്കൽ മാത്രമായിരിക്കും ഈ സ്ത്രീയുടെ ജോലി എന്നാണ്. അല്ലാണ്ട് സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു ധാരണ, ഒരു ഫ്യൂഡൽ മനോഭാവം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾ പ്രസിഡന്റുമാരായിട്ടുള്ള പഞ്ചായത്തും നഗരസഭാ ചെയർപേഴ്സൺമാരും ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വളരെ മഹത്തായിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിയമസഭയിലും അസംബ്ലിയിലും ഇപ്പോൾ ബില്ല് പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബില്ല് പാസ്സാക്കിയവർക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി പറയുമായിരുന്നു. ബില്ല് പേരിന് പാസ്സായി, ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ബില്ല് പാസ്സാക്കി എന്ന ടെമ്പോ ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ വോട്ട് സ്ത്രീകൾക്ക് വേണ്ടി ബില്ല് പാസ്സാക്കിയവർക്ക് എന്ന് പറയാനാണോ എന്ന സംശയം ബലപ്പെടുന്നു നമുക്ക്. കാരണം ഇനി 2024 കഴിഞ്ഞ് 2029 തെരഞ്ഞെടുപ്പിലും ഈ സംവരണം നടപ്പിലാക്കാൻ കഴിയില്ല. മണ്ഡലം ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് അതിന് ഇനി 10-15 വർഷം എടുക്കും. അപ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള വാക്കായിരുന്നില്ല ഇന്ത്യൻ ഭരണാധികാരികൾ. സ്ത്രീകളുടെ പകുതി അവകാശം കൊടുത്തിട്ടേ ഇല്ല, ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. നിയമസഭയിലും പാർലമെൻറ്റിലും എല്ലാം പകുതി സ്ത്രീകൾ നിർബന്ധമായിട്ടും വരേണ്ടുന്ന ഒരു കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. സ്ത്രീകൾ സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വരികയും ചെയ്യണം. കേരളത്തിൽ തന്നെ ഇപ്പോൾ 2-3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, നല്ല വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ, പക്ഷേ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമൊക്കെ ആണെങ്കിൽ ചില പെൺകുട്ടികൾ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഏണിംഗ് മെമ്പർമാരായിട്ട് പറഞ്ഞു, വീട്ടിൽ പൈസയുണ്ട്, പോക്കറ്റ് മണിയുണ്ട്, ഷോപ്പിങ്ങിനൊക്കെ പോകാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനം. പെൺകുട്ടികൾ എന്തെങ്കിലും സംരംഭങ്ങൾ, എന്തെങ്കിലും ജോലി ചെയ്തേ മതിയാവുകയുള്ളൂ. സ്വയം ആർജിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾ ചിലർ സ്വയം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ, വലിയ വ്യവസായികളുടെ ഇന്ദ്രാനുയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്.
അവർ സ്വയം പ്രവർത്തിക്കുന്നുണ്ട്, അനങ്ങാതിരിക്കുകയല്ല. നമുക്ക് ആർക്കും മിണ്ടാതിരിക്കാൻ അവകാശമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ സ്ത്രീകൾ ഏണിംഗ് മെമ്പർമാരായിട്ട്, സാമ്പത്തിക സുസ്ഥിരതയുള്ളവരായിട്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറണമെന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഒരു ജോലി ലഭ്യമാകുന്നില്ല. ഗവൺമെൻറ് സർവീസിൽ എല്ലാവർക്കും കിട്ടില്ല. ഞാനതിൻ്റെ കാരണങ്ങളിലേക്ക് സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. സംരംഭങ്ങൾ തുടങ്ങാൻ കാശില്ല, മൂലധനം ഇറക്കാൻ സാധിക്കുന്നില്ല. അത്തരം പെൺകുട്ടികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധന സ്വരൂപീകരണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഓൺട്രപ്രീണർമാരായി മാറ്റണം. ധാരാളം പേര് വരുന്നുണ്ട്. ഞാൻ നിരവധി സ്ത്രീകളുടെ സംരംഭകരുടെ കൂട്ടായ്മയിൽ കേരളത്തിൽ, എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ അഭിമാനം തോന്നി. ഈ കാലത്തിൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര സ്ത്രീകളും പെൺകുട്ടികളുമാണ് സ്വന്തം സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അത് തനിയെ കൊണ്ടു നടന്നുകൊണ്ട്, തനിയെ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സംരംഭം വിജയിപ്പിക്കുന്ന ഒട്ടേറെ സ്ത്രീകളെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസവും അത്തരൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയുണ്ടായി. ഇത് സ്ത്രീകൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ടെക്നോളജി അറിയാം, സ്കില്ലുണ്ട്. പക്ഷേ തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരെ ഗവൺമെൻറ് സഹായിച്ചുകൊണ്ട് അവർക്ക് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ആ മേഖലയിൽ. മറ്റൊന്ന്, സ്കില്ലും ഇല്ല, കുറച്ച് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, മൂലധനവും ഇല്ല എന്തെങ്കിലും തുടങ്ങാൻ. അവർക്ക് അപേക്ഷിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യതയും ഇല്ല. അത്തരം സ്ത്രീകളെ അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യണം. അത് നടത്താൻ വേണ്ടിയിട്ട് നല്ല നൈപുണ്യ വികസന പരിശീലനം നടത്തണം. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം കിട്ടാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് സംരംഭങ്ങൾ തുടങ്ങണം. എല്ലാം വ്യവസായ സംരംഭങ്ങളാകണമെന്നില്ല. ഒട്ടേറെ ഉത്തരവാദിത്വമുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ കേരളത്തിലെ പകുതിയിലേറെ സ്ത്രീകൾ സമൂഹത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ഫ്യൂഡൽ അനാചാരങ്ങളുടെ ബന്ധനം, വീണ്ടും മനുസ്മൃതിയൊക്കെ നടപ്പിലാക്കാൻ ചിലർ ഇറങ്ങി പുറപ്പെടുകയാണ്. വീട്ടിലെ പശുക്കൾ മറ്റ് പാത്രങ്ങളെല്ലാം പോലെ ഒരു അതിഥി വന്നാൽ എടുത്തു കൊടുക്കാവുന്ന ഒരു വസ്തുവാണ് സ്ത്രീ എന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിടിച്ചു കൊടുക്കാം, അതിൻ്റെ യാതൊരു വികാരവും വിചാരവും ഒന്നും നോക്കേണ്ടതില്ല. മറ്റൊരാൾക്ക്, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് സമ്മാനമായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വസ്തുവാണ്. ഇഷ്ടംപോലെ കഥകളും ഉദാഹരണങ്ങളും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും, ഞാനത് പറയുന്നില്ല. അതാണ് മനുസ്മൃതി. കന്യക അല്ലെങ്കിൽ, കന്യാചർമ്മം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ പിറ്റേന്ന് തന്നെ ആ പെൺകുട്ടിയെ വസ്ത്രാക്ഷേപം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി ഊരു ചുറ്റിക്കണം എന്നൊക്കെ. അത്തരത്തിലുള്ള പഴഞ്ചൻ ധാരണകൾ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക? ഞാൻ വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ പുസ്തകം ഈ അടുത്ത ദിവസം അദ്ദേഹത്തെക്കുറിച്ചുള്ളത് വായിക്കുകയാണ്. മലബാറിലൊക്കെ ഒരു ആചാരം, പെൺകുട്ടി, ഈ താഴ്ന്ന ജാതിക്കാരുടെ പെൺകുട്ടികളുടെ കല്യാണം നിശ്ചയിച്ചാൽ അന്നത്തെ ജന്മിമാരുടെ ഒരു ആചാരമുണ്ട്, മാറുപൂജ എന്നാണ് പറയുക. അന്ന് നാളെയാണ് കല്യാണമെങ്കിൽ ഇന്ന് ഇല്ലത്ത് ചെല്ലണം, എന്നിട്ട് ആ കുട്ടിയെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ചെല്ലണം. പക്ഷേ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പെൺകുട്ടി മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. എന്നിട്ട് അവളുടെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് ചന്ദനവും കളഭവും ഒക്കെ കൊണ്ട് അവരുടെ ശരീരത്തിൽ നടക്കുന്ന വിക്രിയസ് നടത്തുന്നത് ഈ ജന്മിയാണ്. അപ്പോൾ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. എന്തോ ഒരു അരോചകമായിട്ടുള്ളൊരു കാര്യമാണത്. ആ ഫ്യൂഡൽ കൺസെപ്റ്റ് കേരളത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ അത്ര ആചാരമൊന്നും നടത്താൻ സാധിക്കുന്നില്ല നമ്മുടെ നല്ല രീതിയിൽ പുരോഗമനവാദികൾ ഉള്ള ഒരിടം എന്നുള്ള നിലയിൽ. പക്ഷേ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇതൊരു മുതലാളിത്ത സമൂഹമാണ്, കൺസ്യൂമറിസമാണ്. ലാഭം ഉണ്ടാക്കുക, സാധനങ്ങൾ വിറ്റഴിക്കുക, ഇതാണ് ഈ മുതലാളിത്തത്തിൻ്റെ മുഖമുദ്ര. എന്ത് ചെയ്താലും ലാഭം ഉണ്ടാക്കണം. അതൊരു പെൺകുട്ടിയെ പിടിച്ച് വിറ്റിട്ടായാലും ലാഭം ഉണ്ടാക്കാൻ കഴിയും. കമോഡിറ്റി ആയിട്ടാണ് സ്ത്രീയെ കണക്കാക്കുന്നത്. ആ കൺസ്യൂമറിസ്റ്റ് കൾച്ചർ നമ്മുടെ സമൂഹത്തിലേക്ക് വല്ലാതെ കടന്നു വരുന്നു. അതിനെതിരെ നമ്മൾ നന്നായിട്ട് പോരാട്ടം നടത്തണം. ഞാൻ ചുരുക്കുന്നു, എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, പൗരൻ എന്ത് പറഞ്ഞാലും വിരോധമില്ല, അത് കോമൺ ആയിട്ട് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ള ഇന്ത്യയുടെ പൗരത്വം ഉള്ള സ്ത്രീകൾക്ക് എല്ലാ വേദികളിലും തിളങ്ങി നിൽക്കാൻ സാധിക്കണം. ഒട്ടേറെ കാര്യങ്ങൾ, മതപരവും ജാതിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ടേ തുടർന്നു പോരുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. പരിഷ്കൃത സമൂഹത്തിൽ കരണീയമല്ലാത്തതിനെ ഉപേക്ഷിക്കാൻ ഓരോ കൂട്ടരും തയ്യാറായാൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് വെച്ചിട്ട് മതപരമായിട്ടുള്ള വിശ്വാസവും ഈശ്വരാരാധനയും ഒക്കെ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്, അതൊന്നും പാടില്ല എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ
സതീ സമ്പ്രദായമൊക്കെ നമ്മൾ നിർത്തലാക്കിയല്ലോ. അതുപോലെ ഇന്ന് അരോചകമായി തോന്നുന്ന, ഇന്ന് അസമത്വം ദ്യോതിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് വേണം സ്ത്രീ സമത്വത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ. അതൊരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. നമുക്കായിട്ട് പഞ്ചമിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിരുത്തി അയ്യങ്കാളിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, ഗുരുദേവനുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം ഓർമ്മയിൽ നമുക്ക് ഇന്നത്തെ സമൂഹത്തെ പരിഷ്കരിക്കാൻ, സ്ത്രീകളെ നല്ല ധൈര്യമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാക്കി മാറ്റി സമൂഹത്തിൽ ഇടപെടുവിക്കാൻ, സോഷ്യൽ ആക്ടിവിറ്റിയിൽ, സോഷ്യൽ വർക്കിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒട്ടേറെ അതിക്രമങ്ങളും അതുപോലെ ആധിപത്യ മനോഭാവങ്ങളും എല്ലാം തട്ടിത്തെറിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെൺകുട്ടികൾ അടിമകളാണ് എന്ന തോന്നലിൽ ഉള്ള പെരുമാറ്റമൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ചത് വളരെ ഉചിതമായി എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ സ്ത്രീ ശാക്തീകരണ രംഗത്തുള്ള പങ്കാളിത്തം കൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. അടുത്തതായി ബഹുമാനപ്പെട്ട സൂസൻ ഗോഡിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച ബഹുമാനിയായിട്ടുള്ള ശൈല ടീച്ചർ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി ടീച്ചർ ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കുടുംബശ്രീ യാത്രയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായും ഭംഗിയായും 12 ഭാഗങ്ങളിലായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 9ാമത്തെ അധ്യായമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗം പെണ്ണെന്ന് കാണലും പെണ്ണായി കാണലും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തീർച്ചയായും ഇന്നത്തെ പുസ്തക പ്രകാശനവും ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയവും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ആ ഭാഗം ഏറ്റവും പ്രസക്തമായി തോന്നുകയാണ്. കാരണം കഴിഞ്ഞ 25 വർഷക്കാലത്തെ കേരളീയ സമൂഹത്തിലെ സാധാരണ സ്ത്രീകൾ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അവരിന്ന് സ്വയം തിരിച്ചറിയുകയാണ്. ഞാൻ ആരാണ്, എന്താണ്, എന്നിലെ സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്താണ്, കടമ എന്താണ് എന്ന് തിരിച്ചറിയുക. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ആരംഭിച്ചത് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത് ആരംഭിക്കുന്ന 98-ലാണ്. ആ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത് സംഘടിപ്പിക്കുന്നതിനോട് ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ്. ആദ്യം സ്വയം സഹായ സംഘങ്ങളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തുടങ്ങി വന്ന ഈ ഒരു കുടുംബശ്രീ യൂണിറ്റായി മാറുകയും അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു വന്നപ്പോൾ അത് രൂപീകരിക്കുന്നിടത്തുള്ളൊരു പ്രയാസമുണ്ട്. പിന്നീട് അതിൻ്റെ ഭാഗമാക്കി അതൊരു കൃത്യമായ ചാനൽ സംവിധാനമായി മാറുന്നതിനെടുത്ത സമയമുണ്ട്. ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇന്ന് അതിൽ അംഗങ്ങളായിട്ടുള്ള 45 ലക്ഷത്തിലധികം വരുന്ന സഹോദരിമാർ അവർ കൃത്യമായി തിരിച്ചറിയുകയാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തെ ശരിയായ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ശരിയായി വിലയിരുത്താൻ പറ്റുന്നവരൊന്നുമല്ല. അങ്ങേറ്റം ദുർബലരായ സാധാരണക്കാരുള്ള സ്ത്രീകൾ പോലും അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റം, അതിൻ്റെ തുടക്കം വീടിനകത്തായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട്, ആ നിലയിൽ വീടിനകത്തും തുടങ്ങി ചുറ്റുപാട് തുടങ്ങി സമൂഹത്തിലേക്ക് വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായി സ്ത്രീകളുടെ ചിന്തയിലും കാഴ്ചപ്പാടുകളിലും പ്രവർത്തന രീതിയിലുമെല്ലാം വന്നൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേരളീയ സമൂഹത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു വ്യതിരിക്തമായ നിലയിലേക്ക് സ്ത്രീ സമൂഹം മാറി എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ കാണുന്നത്. ഒരുപാട് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, അതിലേക്കൊന്നും ഞാൻ പറഞ്ഞു. ടീച്ചർ ഏറ്റവും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, സ്ത്രീക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസം പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, കുടുംബശ്രീയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്ന് സ്ത്രീകൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായി ഈ കുടുംബശ്രീ സംവിധാനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന സാധാരണ സ്ത്രീകൾ ഇന്ന് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോകാനും എന്തും ചെയ്യാനും ഏത് ജോലിയും ഏറ്റെടുക്കാനും ഏത് ഉത്തരവാദിത്വം നിർവഹിക്കാനും കഴിയുന്ന നിലയിലേക്ക് അവർ സ്വയം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ഈ കിട്ടിയ ഒരു അനൗപചാരികമായ വിദ്യാഭ്യാസം, അതിൻ്റെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അത് കടന്നു വന്ന പടവുകളുമാണെന്ന് നമ്മൾക്കറിയാം. ഇന്നവർ ആരെങ്കിലും ജോലിയില്ലാത്തവരാണ്, എനിക്കൊരു മാർഗവുമില്ല, ജീവിതത്തെ ഞാൻ എങ്ങനെ നേരിടുമെന്നുള്ള
ഒരു വഴിതിരിവിലല്ല നിൽക്കുന്നത്. ജീവിതത്തെ എങ്ങനെയും നേരിടാമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, ഒരു കരുത്ത് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് നേടാനായി എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാം നേടിയെന്ന് പറയുമ്പോൾ ഈ പുതിയ കാലഘട്ടം ഒരുപാട് വെല്ലുവിളികൾ നമുക്കെതിരെ ഉയർത്തുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ പുതിയ കാലഘട്ടം നേരിടാൻ ഈ കുടുംബശ്രീയുടെ പുതിയ സംവിധാനം, ഓക്സിലറി ഗ്രൂപ്പ് പുതിയതായിട്ട് രൂപീകരിച്ച് 40 വയസ്സുള്ള പെൺകുട്ടികളെ ഇതിൻ്റെ അംഗമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. കാരണം നേരത്തെയുള്ള കുടുംബശ്രീയിൽ അംഗങ്ങളാകുന്നവർ എന്നെ പോലെ തലനരച്ചവരൊക്കെ ഇപ്പം അതിൽ അംഗങ്ങളായിട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ പുതിയ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ വർത്തമാന കാലഘട്ടം, അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം, അതിന് അനന്തമായ സാധ്യതകൾ, വിവരസാങ്കേതികതയിലുണ്ടായുള്ള മാറ്റം, ഈ മാറ്റങ്ങളും കാഴ്ചപ്പാടുകളുമെല്ലാം അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതിയ തലത്തിൽ അവർക്ക് പ്രവർത്തിക്കാനും ആവശ്യമായുള്ള ഊർജം പകർന്നു നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ ഈ പുതിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്ത്രീകൾ കുടുംബത്തിനകത്ത് മാത്രം കഴിയേണ്ടവളാണ് എന്ന ബോധത്തിൽ നിന്ന് മാറി ഈ സമൂഹം എൻ്റെ കൂടിയാണ്, ഞാനും കൂടെ പ്രവർത്തിച്ച് ഈ സമൂഹത്തെ മാറ്റേണ്ടതുണ്ട് എന്ന ഒരു ശരിമയാർന്ന കാഴ്ചപ്പാടിലേക്ക് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ മേഖലയിലും കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയണം. അവർ ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ച ഇത്രയും വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ അവരിങ്ങനെ ഏറ്റവും, അതുകൊണ്ട് തന്നെയാണ് ഈ മാതൃക എങ്ങനെയാണ് ഇത്ര ഒരു കൃത്യമായ സംവിധാനമായി ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാനായി പലരും ഇങ്ങോട്ട് വരികയാണ്. ഈ വലിയൊരു കൂട്ടായ്മ അവിടെ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമല്ല, മറ്റൊരു മേഖലയിൽ നിന്നുകൊണ്ട് ഈ കുടുംബശ്രീ സംവിധാനത്തെ ആകെ ചലിപ്പിച്ചു നിർത്താൻ, സ്ത്രീകളെ ഒന്നാക്കിക്കൊണ്ട് കാണാൻ ഈ അടുത്ത സമയത്ത് അവർ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം. തിരികെ സ്കൂളിലേക്ക് എന്ന പ്രോഗ്രാം ഞാൻ ഒരു ദിവസം പോയി കുറേ ഗ്രൂപ്പുകളിൽ പങ്കെടുത്തതാണ്. എത്ര സന്തോഷമാണ് നമ്മുടെ സഹോദരിമാർ. അവരാ പഴയ പോലെ, അവർക്ക് പണ്ട് സ്കൂളിൽ പോകാൻ കഴിയാത്തവരായിരിക്കാം, പണ്ട് സ്കൂളിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ വിടുന്നത് പോലെയൊന്നും സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടാത്തവരായിരിക്കാം. പക്ഷെ അവരെല്ലാം ഈ ബാഗും വാട്ടർ ബോട്ടിലും അന്നത്തെ പഴയ കാലത്തെ ചോറ്റുപാത്രവും ഭക്ഷണവും ഒക്കെയായി വന്ന് ആ ക്ലാസ്സുകൾ ഇരിക്കുക എന്ന് പറയുന്ന ആ ക്ലാസ്സുകളിലൂടെ കടന്ന് അവരോട് വർത്തമാനം പറയുമ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര വർഷം പുറകോട്ട് പോയി ഞങ്ങൾക്കൊന്ന് ചിന്തിക്കാനൊരു അവസരം ഞങ്ങൾക്ക് തന്നിരിക്കുകയെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എത്ര വർഷം ഞങ്ങളുടെ കുഞ്ഞുനാളെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ് ഈ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ബാല്യത്തെ ഒന്ന് ഓർത്തെടുക്കാൻ. അന്ന് സ്കൂളിലേക്ക് പലപ്പോഴും കടന്നു വരാൻ മടിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്കൂളിലേക്കൊന്ന് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഈ കുടുംബശ്രീ അവസരം ഒരുക്കിയിരിക്കുന്ന വളരെ അഭിമാനത്തോടെ പറഞ്ഞ ഒട്ടേറെ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയാണ്. ഇതൊരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിലുണ്ടായുള്ള മാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നുണ്ട്. അധികാര വികേന്ദ്രീകരണം ഏറ്റവും വലിയൊരു ഭാഗമാണ്. കാരണം സ്ത്രീകൾ അധികാര രംഗത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥ ടീച്ചർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് 52% സ്ത്രീകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ സ്ത്രീകൾ ആരെങ്കിലും ഭരണരംഗത്ത് മോശം കാഴ്ച പ്രദാനം ചെയ്യുന്നതാണോ? അല്ല, അധികാരം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വഹിക്കാൻ പാടില്ലാത്തതാണോ? നമുക്ക് നേരിടുന്ന വെല്ലുവിളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അധികാര സ്ഥാനത്തേക്ക്, തീരുമാനമെടുക്കുന്ന വേദികളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള അവസരം ഇപ്പോഴും പാസ്സാക്കിയെന്ന് പറയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയെന്ന് അവകാശപ്പെടുകയാണ്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ക്ലോസുകൾ പരിശോധിക്കുമ്പോൾ ഇനിയും എത്ര കാലം മഴ കാത്തിരിക്കുന്ന വേഴാം പല്ലപ്പൽ ഇരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഇനി സെൻസസ് നടക്കണം, പിന്നെ ഡീലിമിറ്റേഷൻ നടക്കണം, ഇങ്ങനെ പല ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അധികാരത്തിലേക്ക് കടന്നു വരിക, തീരുമാനമെടുക്കുന്ന വേദിയിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം, അതെല്ലാം ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണുകയാണ്. പിന്നെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധിയായുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട്. മാത്രമല്ല സ്ത്രീകൾക്ക് നേരുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിനനുസൃതമായ വെല്ലുവിളി പലതരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുകയാണ്. കുടുംബത്തിനകത്ത് മാത്രമുള്ള പ്രശ്നമല്ല, കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കൈകാര്യം സ്ത്രീകൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കുടുംബം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമാണ്. ആ കുടുംബത്തിലെ ജനാധിപത്യവൽക്കരണം പൂർത്തിയാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം കുടുംബത്തിനകത്തെ ജനാധിപത്യം, അതിൻ്റെ പ്രാധാന്യം കുടുംബശ്രീ ആയാലും അല്ലാതെ ആയാലും സമൂഹത്തിൽ ചർച്ച ചെയ്യാനും സ്ത്രീകൾ കൂടി അവകാശപ്പെട്ടതാണ്
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ തമിഴ്നാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. എന്താ തമിഴ്നാട് ഹൈക്കോടതി പറഞ്ഞത്? നമ്മുടെ ഇവിടെ നാട്ടിൽ പുരുഷന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിൽ, ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ജോലിയൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ പറയും. പക്ഷേ തമിഴ്നാട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭർത്താവിനുള്ള ജോലി, അയാളുടെ സമ്പാദ്യം, അയാൾ സമ്പാദിക്കുന്നത് അതിൻ്റെ 50% ആർക്ക് അവകാശപ്പെട്ടതാണ്? കോടതി പറയുകയാണ് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജനകീയാസൂത്രണം തുടങ്ങിയ കാലം മുതൽ നമ്മൾ കുറേ വാക്കുകൾ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വീട്ടടിമത്തമായാലും കാണാപ്പണിയായാലും ഇങ്ങനെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അധ്വാനം ഇല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അതുകൊണ്ടാണ് പണ്ട് ഇറ്റലിയിലെ സ്ത്രീകൾ പറഞ്ഞത്, ഞങ്ങൾ നിശ്ചലമായാൽ ലോകം നിശ്ചലമാകും എന്ന് പറയുന്നത്. ഞങ്ങൾ നിശ്ചലമായാൽ ലോകം നിശ്ചലമാകും. ഈ സമൂഹത്തിലെ സ്ത്രീകളൊന്ന് പണിമുടക്കിയാൽ എന്തായിരിക്കും അവസ്ഥയെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ സ്ത്രീകളുടെ അധ്വാനത്തെ വിലയിരുത്താൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? സ്ത്രീകളുടെ അധ്വാനം കൂടിയാണ് ഓരോ കുടുംബത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണം, അതിൻ്റെ ചാലകശക്തി എന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടോ? അപ്പം ആ നിലയിൽ സ്ത്രീകളുടെ അധ്വാനത്തിനും കൂടെ വിലയുണ്ട് എന്ന് പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പൊതുവായിട്ടൊരു ചർച്ചയും ധാരണയും ഉണ്ടാകുന്ന തരത്തിൽ ഈ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ വരുത്തേണ്ട മാറ്റം ഉൾപ്പെടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഒരു പൊതുബോധം നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, 1-2 ദിവസങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു സംവിധാനങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടതല്ല. നല്ല ഇടപെടൽ നടത്തുക, നല്ല ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക. നല്ല ചർച്ചകളിലൂടെ എല്ലാവരും, സ്ത്രീകളുടെ പ്രശ്നം സ്ത്രീകൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല, സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പ്രശ്നമില്ല. സ്ത്രീകളുടെ പ്രശ്നം ഈ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. സ്ത്രീകൾക്ക് എന്തെല്ലാം നേടാൻ കഴിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ത്രീയുടെ സാമൂഹ്യ പദവിയെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് നേടാൻ കഴിയേണ്ട എല്ലാ മേഖലയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്, അതിന്റെ അവകാശമാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പം പൊതുസമൂഹം അപ്പം ആ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടും ധാരണയും അതിൽ വലിയ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടാകേണ്ടത് നമ്മൾ എങ്ങനെയാണ്, എവിടുന്നാണ് ഈ ചർച്ച നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നേ മതിയാവും. കാരണം ഇന്നത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ സാധ്യതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥാവിശേഷത്തിന് മാറ്റം ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് മാറേണ്ടത്? ഇതാരെങ്കിലും നമുക്ക് മാറ്റിത്തരും എന്ന ധാരണയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഈ സമൂഹത്തിൽ അത്തരം ധാരണകളെ മാറ്റിയെടുക്കേണ്ട ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതും ഈ സമൂഹത്തിലെ സ്ത്രീകൾ തന്നെയാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവകാശങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയവർ, അവരൊരുപക്ഷെ അക്ഷരാഭ്യാസമുള്ളവരായിരിക്കില്ല, ശരിയായ രാഷ്ട്രീയ ധാരണയുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ചവരൊന്നും ആയിരിക്കില്ല. പക്ഷേ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ തെളിച്ചെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ സമൂഹത്തിനായി പകർന്നു നൽകുകയും ആ പകർന്നു നൽകിയ അംശങ്ങളെ നെഞ്ചേറ്റി തുടർന്ന് വന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ നേടിയിട്ടുള്ള അവകാശങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പോരാ. ഇവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞാല് ആകാശത്തിന്റെ പകുതിയും ഭൂമിയുടെ പകുതിയും ഒന്നും നമുക്ക് വേണ്ട. പക്ഷേ അന്തസ്സായി അഭിമാനബോധത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ, അത്തരമൊരു സാംസ്കാരിക സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു കടമ ചെയ്തു തീർക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് സ്ത്രീ മാത്രം ചെയ്യേണ്ടതല്ല, ഈ സമൂഹം ആകെ ചെയ്യേണ്ട, സമൂഹത്തിനാകെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ സമൂഹത്തെ ആകെ നേർവഴിക്ക് നടത്താൻ ആവശ്യമായ തരത്തിലുള്ള ഇടപെടൽ ശക്തിയായി സ്ത്രീകൾ മാറേണ്ടതായിട്ടുണ്ട്. ഓരോ മേഖലയിലും, അത് തൊഴിൽ മേഖലയാകാം, വിദ്യാഭ്യാസ മേഖലയാകാം, സാംസ്കാരിക മേഖല, ഒരുപാട് മേഖല, ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങളെ ശരിയായി കാണാനും വിലയിരുത്താനും എല്ലാം കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ നമുക്കാകണം. ഒരുപാട് മാറ്റം, കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി ഒരുപാട് മാറ്റം, ഒരുപാട് മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. ഇന്നലെ വരെ കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് അടക്കം സ്ത്രീകൾ ധാരാളമായി കടന്നു വരുന്നുണ്ട്. അവർ സ്വന്തമായി അവരുടെ ജീവിതത്തെ തിരിച്ചറിയാനും തിരിച്ചു പിടിക്കാനും അവർക്ക് അവരുടേതായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആവശ്യ രീതിയിലേക്കൊക്കെ അവർ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ, കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ഓരോ സന്ദർഭത്തിൽ നമുക്ക് മുമ്പിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അതിനെയെല്ലാം ശരിയായ അർത്ഥത്തിൽ കാണാൻ നമുക്ക് സഹായമായി തീരണം. എന്തായാലും ഇന്നിവിടെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുസ്തകം, ആ പുസ്തകം നിങ്ങൾക്ക് കുടുംബശ്രീയെ സംബന്ധിച്ച് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമായാലും അതിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ചായാലും അത് കൈവരിച്ചുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചായാലും അത് എങ്ങനെയാണ് സ്ത്രീയുടെ സാമൂഹ്യ പദവിയെ ഉയർത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് സ്ത്രീകളെ വളർത്തിയെടുത്തെന്നുള്ളതിനെ സംബന്ധിച്ചും സ്ത്രീകളുടെ തൊഴിൽ സാധ്യതയെ സംബന്ധിച്ചും എല്ലാം
അതിനെക്കുറിച്ച് വളരെ വിശദമായി ആ ഓരോ ഏടുകളിലായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായും ഇവിടെ നിന്ന് ഇന്ന് ലോകത്തിന് മാതൃകയായിരിക്കുന്ന കുടുംബശ്രീ സംവിധാനത്തെ കുറേ കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്കും കുറേ കൂടെ കാലഘട്ടത്തിനനുസൃതമായ രീതിയിലേക്കും മാറ്റാൻ കഴിയുന്ന നിലയിലുള്ള ആ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി നമുക്ക് ഈ പുസ്തകത്തെ കാണാം. തീർച്ചയായും ഈ ഒരു പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ ഇന്ന് പ്രസാദനം ചെയ്യാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സംഘടിപ്പിക്കാനും പരിശ്രമിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ, ശിവകുമാർ സാർ ഉൾപ്പെടെയുള്ള സംഘാടകരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം ഈ പുസ്തകം എഴുതിയിട്ടുള്ള സജി സുകുമാരൻ അദ്ദേഹത്തിനും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട TM റജീനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശൈല ടീച്ചർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമുക്ക് ഏവർക്കും അറിയാം കുടുംബശ്രീ എന്നുള്ളത് ഒരു മഹാപ്രസ്ഥാനമാണെന്ന്. അതിനൊരു മുഖപുരയുടെ ആവശ്യമൊന്നും തന്നെയില്ല. 25 വർഷങ്ങൾക്കുപുറം കേരളത്തിലെ സ്ത്രീകളുടെ പദവിയിൽ എന്ത് മാറ്റം വരുത്തി എന്നുള്ളത് ഈ 25 വർഷത്തെ കഥ വളരെ ക്ലിയറായി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കാലങ്ങൾക്കിപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പദവിയിലും അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും സ്ത്രീകളെ ബോധവതികളാക്കുക എന്നുള്ളതാണ് ഈ സംഘടന ആത്യന്തികമായി ചെയ്തിട്ടുള്ളത്. കുടുംബശ്രീ എന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണമായി മാറാനായി കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. രോഗികൾക്ക് മരുന്നായി മാറാനും അതല്ലെങ്കിൽ സങ്കടം അനുഭവിക്കുന്നവർക്ക് ഒരു പുഞ്ചിരിയായി മാറാനുമൊക്കെ എക്കാലളവിലും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കുടുംബശ്രീ എന്നുള്ള സംഘടനയുടെ വിജയം എന്നുള്ളതും. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് എക്കാലളവിലും കുടുംബശ്രീ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ അയലറിവുകൾ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സജിത്ത് എങ്ങനെയാണ് കുടുംബശ്രീ ഒരു മുന്നേറ്റം സാധ്യമാക്കിയത് എന്ന് വരച്ചു കാട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സ്ത്രീ സമൂഹം അഭിമുഖീകരിക്കുന്ന ചില പരിമിതികൾ എന്താണെന്നൊരു വിഷയത്തിൽ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീമതി ശൈല ടീച്ചറും ശ്രീമതി സൂസൻ കോടിയെല്ലാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പശ്ചാത്തലവും എല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുരുഷൻ അപ്രാപ്യമായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യവും സ്ത്രീക്ക് അപ്രാപ്യമല്ല. പുരുഷന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യവും സ്ത്രീക്കും ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും പുരുഷനേക്കാൾ പിന്നിലല്ല സ്ത്രീ. പക്ഷേ സ്വാതന്ത്ര്യലബ്ധിക്ക് 76 വർഷങ്ങൾക്ക് ശേഷവും കുടുംബശ്രീ എന്നുള്ളൊരു സംഘടന 25 വർഷം പിന്നിട്ടതിന് ശേഷവും നമുക്കറിയാം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം. എന്തുകൊണ്ടാണ് ഈ ഒരു വിവേചനത്തിന് സ്ത്രീകൾ ഇരയാവുന്നത്? നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 50% അല്ലെങ്കിൽ 50% ഇപ്പോഴും വയോജനങ്ങളുടെയും കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും പരിപാലനം പൂർണ്ണമായും സ്ത്രീകളിൽ മാത്രം നിക്ഷിപ്തമാണ്. ആ ഒരു കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സ്ത്രീയെ പിന്നോട്ടടിക്കുന്ന ഘടകമെന്നാണ് ഞാൻ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥ എന്ന നിലയിൽ ഞാനും ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഞാനും അനുഭവിക്കുന്ന പരിമിതി എന്ന് പറയുന്നത്. തൊഴിലിടങ്ങളിൽ ഒരു പുരുഷൻ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ അവൻ്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ഒരു കുടുംബം മാറാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു സ്ത്രീ ഉദ്യോഗസ്ഥയാകുമ്പോൾ ആ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് കുടുംബം മാറുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം ഞാൻ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് കുടുംബവും ജോലിയും എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു കൈത്താങ്ങായിട്ടോ നമ്മുടെ കുടുംബം മാറുന്നില്ല എങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാടിൻ്റെ പരിമിതിയാണ് നമ്മൾ മാറ്റേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലയിടങ്ങളിലും തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉള്ളതായി തോന്നുന്നില്ല. സ്ത്രീ സൗഹൃദമായിട്ട് തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാത്തിടത്തോളം കാര്യം അല്ലെങ്കിൽ സൃഷ്ടിക്കാത്തിടത്തോളം കാലം നമുക്ക് സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി തന്നെ നമുക്ക് പല തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കാനുള്ള പല ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകുന്നില്ല എന്നുള്ളതാണ് സ്ത്രീകളെ എപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത്ര നാളുകൾക്ക് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈക്വൽ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളമല്ല കിട്ടുന്നത്. സർക്കാർ സംവിധാനത്തിൽ ഉപരി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്
തൊഴിൽ മേഖലകളിൽ ഈ ഒരു വിവേചനം ഇന്നും നമ്മുടെ കൺമുന്നിൽ തുടരുകയാണ്. ഈ വിവേചനം അവസാനിക്കാത്തിടത്തോളം കാരണം നമുക്ക് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ അടിയന്തരമായി പതിപ്പിക്കേണ്ടത്. സ്ത്രീ സൗഹൃദങ്ങളായിട്ടുള്ള തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക, തൊഴിലിടങ്ങളിലെ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആ ഒരു ജോലി ഭാരവും കുടുംബം മുന്നോട്ട് പോകേണ്ട ഭാരവും സ്ത്രീയോടൊപ്പം തന്നെ പുരുഷനും ഏറ്റെടുത്തെങ്കിൽ മാത്രമാണ് സ്ത്രീക്ക് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയുള്ളൂ. കുടുംബശ്രീ ഒരു വലിയൊരു മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. 25 വർഷങ്ങൾക്കിപ്പുറം കൊണ്ട് സ്വതന്ത്രമായി സ്ത്രീയെ ചിന്തിക്കുന്നതിന് പ്രാപ്തമാക്കാനായിട്ട് കുടുംബശ്രീ എന്നുള്ളൊരു സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ നിലപാടുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നതിന് വേണ്ടിയും സ്ത്രീയെ പ്രാപ്തയാക്കുന്നതിന് കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഈ അയലുറവുകൾ എന്ന പുസ്തകത്തിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ഒരു വാക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഇടമാണ്. നമുക്കറിയാം, കുടുംബശ്രീ ആരംഭിച്ച കാലഘട്ടത്തിൽ കൂട്ടായ്മയിലൂന്നിയുള്ള പ്രവർത്തനമാണ്, ആരംഭിച്ച കാലം മുതൽ തന്നെ കൂട്ടായ്മയിലൂന്നിയുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കുടുംബശ്രീയുടെ മൈക്രോ ഫിനാൻസ്, മിതവ്യയം, ഇതെല്ലാം ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് എല്ലാ കാലയളവിലും. തുടക്ക കാലഘട്ടത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ബാങ്കുകളിൽ നിന്നും ലിങ്കേജ് വായ്പകളും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് വിമുഖതയുണ്ടായിരുന്നു. അവർ അന്ന് മുന്നോട്ട് വെച്ച ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ഈടില്ല എന്നുള്ളതാണ്. കൂട്ടായ്മ എന്ന ഈടിലൂടെ അത് കുടുംബശ്രീ സാധ്യമാക്കിയത് വളരെ കൃത്യമായി പുസ്തകം വരച്ചു കാട്ടുന്നുണ്ട്. കൂടാതെ ആശ്രയ പദ്ധതിയിലും ബഡ് സ്ഥാപനങ്ങളിലൂടെയും കുടുംബശ്രീ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനം എങ്ങനെ കാഴ്ചവെച്ചു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ലോകത്തിന് മുന്നിൽ മാതൃകയായിട്ടുള്ള ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഇനിയും വളർച്ചകൾക്ക് ഒരുപാട് കീഴടക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള വലിയ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെട്ട അയലുറവകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ ശ്രീ സജിത് സുകുമാരനെ മറുപടി പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ റജീന സമയം ബാക്കി വെച്ചുകൊണ്ടാണ്. ഈ പുസ്തകത്തെക്കുറിച്ചൊരു ചെറിയ കാര്യം മാത്രം പറയാം. ഈ അയലുറവുകൾ എന്നുള്ള പുസ്തകം കേൾക്കാമോ? അത് കുടുംബശ്രീയെക്കുറിച്ചുള്ളൊരു സമഗ്രമായ പുസ്തകമല്ല. കുടുംബശ്രീയെക്കുറിച്ചൊരു സമഗ്രമായ പുസ്തകം എഴുതണമെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് പേജുകൾ വേണ്ടി വന്നേക്കാം. ഈ പുസ്തകത്തിൽ ഇപ്പം കുടുംബശ്രീയുടെ മാതൃക മറ്റ് സംസ്ഥാനങ്ങളിൽ പകർത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 25 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിനകത്തുൾപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് രാജ്യത്ത് മറ്റ് പല സ്ഥലത്തും ഉള്ള സമാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുടുംബശ്രീയെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അത് കുടുംബശ്രീയുടെ രൂപവും അത് രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ ചരിത്രവും പശ്ചാത്തലവും എന്ന് പറയുന്നത് ഒരു 92 ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയൊക്കെ ഇന്നത്തെ നിലയിൽ സൃഷ്ടിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കാലഘട്ടം മുതൽ അധികാര വികേന്ദ്രീകരണം നടക്കുന്ന വരെ കേരളത്തിൽ നടന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും പിന്നീട് അധികാര വികേന്ദ്രീകരണം നടന്ന ശേഷമുണ്ടായ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടു എന്നുള്ളതും അതിൻ്റെ ആശയങ്ങളെ സ്വാംശീകരിച്ച് രൂപപ്പെട്ടു വന്നു എന്നുള്ളതും കൊണ്ടാണ് കുടുംബശ്രീ ഒരു വ്യത്യസ്തമായ പ്രസ്ഥാനമായി മാറുന്നത്. അതിനകത്ത് അതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബശ്രീ അയൽക്കൂട്ടമാണ്, സ്വയം സഹായ സംഘമല്ല എന്നുള്ളത്. അതാണ് ഈ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ടും വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. പിന്നീട് ഇതിനകത്ത് ട്രേസ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്
ഈ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണ പ്രസ്ഥാനവും രൂപപ്പെടുത്തിയ ഈ സംഘടനയ്ക്ക് അതിൻ്റെ ഒരു ലെഗസി അല്ലെ അത് സൃഷ്ടിച്ച ഒരു അന്തരീക്ഷത്തെ, അത് മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയത്തെ ഏതൊക്കെ തരത്തിൽ സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് സ്വാംശീകരിക്കുന്നതിലൂടെ രൂപപ്പെട്ടു വന്ന കുടുംബശ്രീ മാതൃകകൾ എന്തൊക്കെയാണ്, ആ മാതൃകകൾ മാത്രമാണ് ഈ പുസ്തകം പരിശോധിക്കുന്നത്. അതിലൂടെ ദേശീയ തലത്തിലേക്ക് പോയിട്ടുള്ള പല മാതൃകകളുണ്ട്. അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം രൂപപ്പെട്ടു വന്നിട്ടുള്ള സമാന പ്രസ്ഥാനങ്ങളുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തുകയും അതോടൊപ്പം കുടുംബശ്രീയുടെ ചില ബലഹീനതകളെ രേഖപ്പെടുത്തുകയുമാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്കിത് എഴുതുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പ്രധാന പ്രശ്നം, നമ്മളിപ്പം സൂസൻ കോടിമാടെ ഇവിടെ പറഞ്ഞു, ഈ പെണ്ണെന്ന് കാണലും പെണ്ണായി കാണലും എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ആശയം എടുത്തത് നിവേദിത മേനോൻ്റെ ഒരു പുസ്തകത്തിൽ സീയിങ് ആസ് വുമൺ എന്നുള്ള പുസ്തകത്തിൽ അവർ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണല്ലോ, MS വേർഡ് തുറന്നിട്ടിട്ട് അതിനകത്തെ ഫോർമാറ്റിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഫോർമാറ്റിംഗ് ഓൺ ചെയ്യാതെയും ആ പേജ് കാണുന്ന പോലെയാണ് പെണ്ണ് എന്ന നിലയ്ക്ക് കാണുന്നതെന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോർമാറ്റിംഗ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തു വെച്ചതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും പിന്നിലുള്ള അധികാര ബന്ധങ്ങളെ കാണാൻ നമുക്കെപ്പോൾ കഴിയുന്നോ അവിടെയാണ് ഒരു സ്ത്രീ പെണ്ണായി കാണുന്നത്, പെണ്ണെന്ന നിലയിൽ സ്വയം കാണുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യയിലുള്ള എല്ലാ സമാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുടുംബശ്രീയെ നിർത്തുന്ന ഒരു കാര്യമാണ് ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ മാത്രം അംഗങ്ങളായ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സ്വയം പെണ്ണായി കാണണം, പെണ്ണ് എന്ന നിലയിൽ നിങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി പറയുകയാണ്. അതാണ് ജെൻഡർ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ദേശീയ മാതൃകയായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ പരിപാടി. ആ ഒരു പരിപാടിയിലൂടെ കുടുംബശ്രീ കേരളത്തിലെ അയൽക്കൂട്ടങ്ങളിൽ അഴിച്ചുവിട്ടൊരു കൊടുങ്കാറ്റ്, അത് ചർച്ച ചെയ്തപ്പം ഒരുപാട് വിമർശനങ്ങളൊക്കെ കുടുംബശ്രീ നേരിട്ടു. കുടുംബശ്രീ കുടുംബം കലക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പല അയൽക്കൂട്ടങ്ങളിലും ചർച്ച ചെയ്ത് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൂടെ കലങ്ങുന്ന കുടുംബങ്ങളൊക്കെ കലങ്ങട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം അംഗങ്ങളായ സ്ത്രീകളെ പെണ്ണായി കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനുപയോഗിച്ച മാർഗങ്ങളെന്ന് പറഞ്ഞാൽ തൊഴിലിടത്ത്, ഇവിടെ റജീന സൂചിപ്പിച്ചു, തൊഴിലുറപ്പിന് വേണ്ടി പോകുന്ന സ്ഥലത്ത് നിങ്ങളും ആണുങ്ങളും തുല്യരാണോ, ഒരേ സൗകര്യങ്ങളാണോ? ആരോഗ്യ സേവന രംഗത്ത് നിങ്ങളും പുരുഷന്മാരും തുല്യരാണോ? മൊബിലിറ്റിയുടെ കാര്യത്തിൽ, രാവും പകലും സഞ്ചരിക്കുന്ന കാര്യത്തിൽ നിങ്ങളും പുരുഷന്മാരും തുല്യരാണോ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കുടുംബശ്രീ ഒരു കാലഘട്ടത്തിൽ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്നുള്ള നിലയിൽ നിന്നും അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സ്ത്രീ ശാക്തീകരണ പ്രക്രിയയ്ക്ക് വലിയ തുടക്കം കുറിച്ചത്. അതും ഈ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെഴുതുമ്പോഴെല്ലാം പക്ഷേ നേരിട്ടൊരു പ്രശ്നം, എനിക്ക് ഈ സദസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും അത് ചെയ്യണമെന്നാണ് ആഗ്രഹം. കുടുംബശ്രീയെ ഒരു പെണ്ണ് തന്നെ എഴുതണം. ഒരു സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ കുടുംബശ്രീ എഴുതിയാൽ മാത്രമേ കുടുംബശ്രീയുടെ കഥ പൂർത്തിയാകത്തുള്ളൂ. അതിനുവേണ്ടി കുടുംബശ്രീ ഇപ്പോൾ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രചന എന്നുള്ള പേരിൽ കുടുംബശ്രീ പ്രവർത്തകർ, കേരളത്തിലെ 3 ലക്ഷത്തിലേറെ അയൽക്കൂട്ടങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തകർ, അവരുടെ നേതാക്കൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 54%, 54.7%, 50% സീറ്റ് സംവരണം ചെയ്ത സ്ഥലത്ത് 54.7% സ്ത്രീകളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വളരെ സീനിയർ ആൾക്കാരാണ്. മുഖ്യമന്ത്രിയെ വിജയ എന്ന് വിളിക്കാനും മാത്രം സീനിയോറിറ്റിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നാടാണ് കേരളം. ആ
അത്തരം സീനിയർ പൊളിറ്റീഷ്യന്മാരെ ജനറൽ സീറ്റിൽ നിന്ന് തോൽപ്പിക്കുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട്. അങ്ങനെ നിന്ന് തോൽപ്പിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ 100% അത് കുടുംബശ്രീക്കാർ സ്ത്രീകളായിരിക്കും. അപ്പോൾ അവരുടെ കഥ എഴുതാനായിട്ടുള്ള ഒരു അർഹതയൊന്നും എന്നെപ്പോലൊരാൾക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രചന എന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അത് ഒരു കുടുംബശ്രീയുടെ സ്ത്രീകൾ അവരുടെ കഥ പറഞ്ഞെഴുതുന്ന ഒരു ചരിത്രമാണ്. അതൊരു വലിയ ബൃഹത് പുസ്തകമോ ഒരു പുസ്തക പരമ്പരയായിട്ടോ ഒക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അതിനുള്ളൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ പുസ്തകം മാറിയാൽ തന്നെ എൻ്റെ ശ്രമം സാർത്ഥകമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് റിലീസ് ചെയ്യാനും ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്ത ചിന്താ പബ്ലിഷേഴ്സിനും പുസ്തകം റിലീസ് ചെയ്ത ശൈലജ ടീച്ചർക്കും അത് ഏറ്റുവാങ്ങിയ സൂസൻ കോടി മാഡത്തിനും ഇവിടെ വന്ന് എറണാകുളത്തു നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് വന്ന് നമ്മളോട് സംസാരിച്ച റജീന മാഡത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുവാനായി ചിന്താ പബ്ലിഷേഴ്സ് ജനറൽ മാനേജർ കെ ശിവകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാൻ്റെ ഈ പുസ്തകം ഞങ്ങൾ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ സവിശേഷമായ അഡ്രസ്സ് ചെയ്തിട്ടുള്ള മേഖലകളെ പുസ്തക രൂപത്തിൽ കേരളത്തിന് നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ കാൽനൂറ്റാണ്ട് കാലത്തെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമാഹരിച്ചിട്ടുള്ള പുസ്തകം ഡോക്ടർ എ സുഹൃത്കുമാർ തയ്യാറാക്കിയത് പ്രസിദ്ധീകരിച്ചിരുന്നു. ജനകീയാസൂത്രണം എന്നുള്ള പീപ്പിൾസ് പ്ലാനിംഗ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഡോക്ടർ ഐസകിൻ്റെ പുസ്തകം, വളരെ സമഗ്രമായ പുസ്തകം ഈ ഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആശയവും രാഷ്ട്രീയവും എന്നുള്ള പുസ്തകം ഡോക്ടർ എ സുഹൃത്കുമാർ തന്നെ തയ്യാറാക്കിയത് പ്രസിദ്ധീകരിച്ചു. ശൈലജ ടീച്ചറുടെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റങ്ങൾ, ശുചിത്വത്തിൻ്റെ രംഗത്ത് വന്ന മാറ്റങ്ങൾ, ഇവിടെ കുടുംബശ്രീ മേഖലയിൽ വന്നിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ, ഇത്തരത്തിൽ ഉള്ള പുസ്തക പരമ്പരയിൽ 7 പുസ്തകങ്ങൾ, 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. 3 പുസ്തകങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ വന്ന പുസ്തകങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് ഈ അയലുറവുകൾ എന്ന കുടുംബശ്രീ യാത്ര. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു നമ്മുടെ കുടുംബശ്രീയുടെ അതിൻ്റെ ആ യാത്ര കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ദിശാസൂചനകളും നൽകിയിട്ടുണ്ട്. ഈ പുസ്തകം തയ്യാറാക്കിയ സജിത്തിനെയും ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ വിശിഷ്ട അതിഥികളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരെയും ഈ ചടങ്ങിന് വേണ്ടി ഹാർദമായി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. അഭിവാദ്യം.